ടീമിന്റെ പേര് കമന്റ് ചെയ്യണേ. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഈ ഡെക്കറേഷന് നമുക്ക് ആദ്യം വേണ്ടത് 4 ബോട്ടിൽ ക്യാപ്സും ഒരു കാർഡ്ബോർഡ് പീസും. അതിനാദ്യം ഈ ബോട്ടിൽ ക്യാപ്സ് കാർഡ്ബോർഡിന്റെ 4 കോർണറിലായിട്ട് ഒട്ടിച്ച് കാർഡ്ബോർഡ് വൈറ്റ് പേപ്പർ കൊണ്ട് റാപ്പ് ചെയ്യാം. നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷന്റെ ബേസ് ഇപ്പോൾ റെഡിയായി. നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ക്രിസ്മസ് ട്രീയുടെ ഔട്ട്ലൈൻ ഇതുപോലെ പേപ്പറിൽ വെട്ടിയെടുത്ത് ടെംപ്ലേറ്റ് ഉണ്ടാക്കാം. ഈ ട്രീയുടെയും റെയിൻഡിയറിന്റെയും ഒക്കെ ടെംപ്ലേറ്റുകൾ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് ഈസി ആയി ടെംപ്ലേറ്റ് വരച്ചെടുക്കാം കേട്ടോ. ഇതേ ക്രിസ്മസ് ട്രീയുടെ 3 ഡിഫറെന്റ് സൈസിൽ പേപ്പറിൽ വെട്ടിയെടുത്ത് നമുക്ക് ടെംപ്ലേറ്റ് ഉണ്ടാക്കാം. പേപ്പറിൽ നിന്ന് വെട്ടിയെടുത്ത ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് ഫോം ഷീറ്റിലും ക്രിസ്മസ് ട്രീസ് വരച്ച് വെട്ടിയെടുക്കാം. ഇതേപോലെ വൈറ്റ് ഫോം ഷീറ്റിൽ വെട്ടിയെടുത്ത 3 ക്രിസ്മസ് ട്രീയും ഇതുപോലെ ഒരു കാർഡ്ബോർഡിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ചെയ്യുന്നത് ട്രീ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാനാണ്. ഈ ഫോം ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ക്രിസ്മസ് ട്രീയുടെ പുറകിലത്തെ കാർഡ്ബോർഡ് കാണാതിരിക്കാൻ മറ്റൊരു ഫോം ഷീറ്റോ അതോ ഒരു പേപ്പർ കൊണ്ടുള്ള ക്രിസ്മസ് ട്രീ ഇതിന്റെ പുറകിൽ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ 3 ക്രിസ്മസ് ട്രീയും റെഡിയായി. ഇനി നമുക്ക് ഇതെങ്ങനെ ബേസിലേക്ക് ഫിറ്റ് ചെയ്ത് നോക്കാം. അതിന് 3 മാച്ച് ബോക്സ് വൈറ്റ് പേപ്പറിൽ റാപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ വെട്ടിയെടുത്ത ക്രിസ്മസ് ട്രീയുടെ പുറകിൽ വൈറ്റ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞെടുത്ത മാച്ച് ബോക്സ് ഒട്ടിച്ചു കൊടുക്കാം. ഓരോ ട്രീകൾ ഈ ബേസിൽ എങ്ങനെയാണ് ഒട്ടിക്കുന്നത് നമുക്ക് കാണാം. ഈ ട്രീസ് കൂടാതെ ഞങ്ങൾ ഒരു ഡിയറിന്റെ ഔട്ട്ലൈനും വെട്ടിയെടുക്കുന്നുണ്ട്.
ഇനി ഞങ്ങൾ ഈ ക്രിസ്മസ് ട്രീ ഡെക്കറേഷന് ലൈറ്റിംഗ് കൊടുത്ത് ഇതെങ്ങനെ ഭംഗിയാക്കുന്നതെന്ന് നോക്കിക്കോളൂ. ഞങ്ങളുടെ ഈ ക്രിസ്മസ് ട്രീ ഡെക്കറേഷന് ലൈറ്റിംഗ് കൊടുക്കാനായി ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള ഫെയറി ലൈറ്റ്സ് ആണ്. ഞങ്ങളുടെ ഈ ട്രീകളുടെ പുറകിലും ചെറിയ ചെറിയ ഫെയറി ലൈറ്റ്സ് കുറച്ച് ഒട്ടിച്ചിട്ടുണ്ട്.